നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ ഒരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫ്യൂവൽസ് ആണ്. നമ്മുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിന് നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് വരുന്ന മെയിൻ സബ്ജക്റ്റിൽ ഒന്നാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ കെമിസ്ട്രിയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫ്യൂവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്തൊക്കെയാണ് ഫ്യൂവൽസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിരിക്കേണ്ടതായ കാര്യങ്ങൾ നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഫ്യൂവൽസ് ആൻഡ് പ്രൊപ്പലന്റ് എക്സ്പ്ലോസീവ്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് 2 മാർക്കിനാണ് എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, അതിൽ തന്നെ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമുക്ക് വേണ്ടത് നോക്കാം. ഫ്യൂവൽസിൽ കലോറിഫിക് വാല്യൂ, ആദ്യം എന്താണ് ഫ്യൂവൽസ് എന്നുള്ള കാര്യം വേണം. പിന്നീട് എന്താണ് കലോറിഫിക് വാല്യൂ, പിന്നീട് പെട്രോളിയം പ്രോഡക്ട്സ് എന്താണ്, നാച്ചുറൽ ഗ്യാസ്, ബയോഗ്യാസ്, LPG കോമ്പോസിഷൻ, പ്രൊപ്പലൻസ് ആൻഡ് എക്സ്പ്ലോസീവ് കോമ്പൗണ്ട്സ്, അതിൻ്റെയൊക്കെ എക്സാമ്പിളുകൾ, കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് ഫ്യൂവൽസ് എന്നുള്ളൊരു കോൺസെപ്റ്റ്, അല്ലെ, ഒരു ഗുഡ് ഫ്യൂവലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, എന്താണ് കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റിലെ തന്നെ എന്താണ് ഫ്യൂവൽസ്, വാട്ട് ആർ ഫ്യൂവൽസ്? നമുക്കറിയാം, ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ഇന്ധനങ്ങൾ, അല്ലേ? എന്താണ് ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ? നമുക്ക് ഡെഫിനിഷൻ പ്രകാരം ഫ്യൂവൽസ് ആർ ദ മെയിൻ എനർജി സോഴ്സ് ഫോർ ഇൻഡസ്ട്രി ആൻഡ് ഡൊമസ്റ്റിക് പർപ്പസ്. എ ഫ്യൂവൽ ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്നിങ് കാർബൺ ആസ് ദ മേജർ സബ്സ്റ്റിറ്റ്യൂവന്റ് വിച്ച് പ്രൊവൈഡ് എനർജി ഓൺ കമ്പഷൻ ഫോർ ഇൻഡസ്ട്രി ആൻഡ് ഡൊമസ്റ്റിക് പർപ്പസ്. അല്ലേ, വേറൊന്നുമില്ല, ഇതിൽ ഒരേ ഒരു പോയിന്റേ ഉള്ളൂ. ഫ്യൂവൽ ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻ കാർബൺ ആസ് ദ മേജർ സബ്സ്റ്റിറ്റ്യൂവന്റ്. അല്ലേ, കാർബൺ പ്രധാനപ്പെട്ട ഘടകമായി വരുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്യൂവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമ്മൾ എന്തൊക്കെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്? ഇൻഡസ്ട്രിയൽ പർപ്പസിനും ഡൊമസ്റ്റിക് പർപ്പസിനും ഒക്കെ നമ്മളതിനെ യൂസ് ചെയ്യാറുണ്ട്. എന്തിനെ? ഫ്യൂവലിനെ. ഫ്യൂവലിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫ്യൂവൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കോമ്പോണൻ്റ് എന്ന് പറയുന്നത് കാർബണുമാണ്. ഓക്കെ, ഫസ്റ്റത്തെ പോയിന്റ് ക്ലിയർ ആയി. നെക്സ്റ്റ് നോക്കിയേ, the combustion is the process of oxidation that provide heat energy. ഇനി എന്താണ് കമ്പഷൻ? എന്താണ് കമ്പഷൻ? നമുക്കറിയാം, കമ്പഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കത്തുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ കമ്പഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഓക്സിഡേഷൻ. കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിഡേഷൻ പ്രോസസ്സാണ്. എന്താണ് ഓക്സിഡേഷൻ പ്രോസസ്സ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ, അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഓക്സിജൻ, അതിനെയൊക്കെ നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയാറുണ്ട്. സോ നമ്മുടെ കമ്പഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കത്തുക എന്ന് പറഞ്ഞാൽ, ഇസ് ദ പ്രോസസ് ഓഫ് ഓക്സിഡേഷൻ ആണ്, ഓക്സിഡേഷൻ പ്രോസസ് ആണ്. നമുക്കറിയാം, കമ്പഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ ആണ്. സോ അതൊരു ഓക്സിഡേഷൻ പ്രോസസ് ആണ്. വിച്ച് പ്രൊവൈഡ് ഹീറ്റ് എനർജി, അത് നമുക്ക് എന്ത് ചെയ്യും? ഹീറ്റ് എനർജിയെ പ്രൊവൈഡ് ചെയ്യും. എവറി കമ്പഷൻ ഈസ് ആൻ ഓക്സിഡേഷൻ, ബട്ട് എവറി ഓക്സിഡേഷൻ ഈസ് നോട്ട് എ കമ്പഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഏതൊരു കമ്പഷൻ എടുത്താലും അത് ഓക്സിഡേഷൻ ആണ്. ഏതൊരു കമ്പഷനും ഓക്സിഡേഷൻ ആണ്. പക്ഷേ എല്ലാ ഓക്സിഡേഷനുകളും കമ്പഷൻ അല്ല. ആ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് എവരി കമ്പഷൻ ഈസ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതായത് കമ്പഷൻ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഓക്സിഡേഷൻ നടക്കണം. ഓക്സിഡേഷൻ നടന്നെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ കമ്പഷൻ എന്ന് പറയൂ. അതാണ് എവരി കമ്പഷൻ ഈസ് ആൻ ഓക്സിഡേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എവരി ഓക്സിഡേഷൻ ഈസ് നോട്ട് എ കമ്പഷൻ എന്ന് പറഞ്ഞു. ഓക്സിഡേഷൻ റിയാക്ഷൻസ് ഒത്തിരി ഉണ്ട്. അതെല്ലായ്പ്പോഴും കമ്പഷൻ തന്നെ ആയിക്കൊള്ളണം എന്നില്ല. മനസ്സിലായില്ലേ? അഡീഷൻ ഓഫ് ഓക്സിജൻ വരുന്ന, അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ വരുന്ന ഏതൊരു റിയാക്ഷൻസിനെയും നമുക്ക് ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയാം. അതെല്ലായ്പ്പോഴും കമ്പഷൻ ആവണം എന്നില്ല. സോ ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തിരിക്കുക. എവരി കമ്പഷൻ ഈസ് ഓക്സിഡേഷൻ, ബട്ട് എവരി ഓക്സിഡേഷൻ ഈസ് നോട്ട് കമ്പഷൻ. ഓക്കെ. ഇനി എന്തൊക്കെയാണ് കമ്പഷൻ എന്ന് പറയുന്ന പ്രോസസിന്റെ എക്സാമ്പിളുകൾ നോക്കിയടാ. കമ്പഷൻ ഓഫ് വുഡ്, അല്ലെ, ഒരു തടിക്കഷ്ണം കത്തുന്നു. അല്ലെങ്കിൽ പെട്രോൾ ആൻഡ് കെറോസിൻ ഗീവ്സ് ഹീറ്റ് എനർജി, അല്ലെ, പെട്രോളും മണ്ണെണ്ണയും പെട്രോളും ഒക്കെ കത്തുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഹീറ്റ് എനർജി കിട്ടുന്നു. ഇതെല്ലാം കമ്പഷൻ പ്രോസസ്സ്, അല്ലെങ്കിൽ കത്തുക എന്നുള്ള പ്രോസസ്സ്, അല്ലെങ്കിൽ ജ്വലനം എന്ന് പറയുന്ന പ്രോസസ്സിന് എക്സാമ്പിളുകളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫ്യൂവൽസ് എന്ന് മനസ്സിലായി, കമ്പഷൻ എന്താണെന്ന് മനസ്സിലായി. ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഫ്യൂവൽ എന്ന് പറയുന്നത്, അല്ലേ? അത് എന്ത് ചെയ്യും? നമുക്ക് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് അതിൽ നിന്ന് എനർജി ലഭിക്കാറുണ്ട്. ഓക്കെ, ഇനി കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കമ്പഷൻ ഒരു ഓക്സിഡേഷൻ പ്രോസസ്സാണ്. ഫ്യൂവൽസ് കത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കമ്പഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ഒരു പോയിന്റ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്യൂവൽസ് എന്ന് പറയുന്നത്.
നമുക്ക് ഫ്യൂവൽസിനെ പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് അവരുടെ ഒക്കറൻസ് അനുസരിച്ച്. ഒക്കറൻസ് മീൻസ് എന്താണ്? അവരുടെ കാണപ്പെടുന്ന ഒരു രീതി അല്ലേ, അവരെ നമ്മൾ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും അതിനെ കാണുന്ന രീതി അനുസരിച്ച് നമുക്ക് ഫ്യൂവൽസിനെ രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. അതിൽ ഒന്നാമത്തതാണ് നാച്ചുറൽ അല്ലെങ്കിൽ പ്രൈമറി ഫ്യൂവൽസ് എന്ന് പറയും. നാച്ചുറൽ ഫ്യൂവൽസ് അല്ലെങ്കിൽ പ്രൈമറി ഫ്യൂവൽസ്. രണ്ടാമത്തേതാണ് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ സെക്കൻഡറി ഫ്യൂവൽസ് അല്ലേ. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും നാച്ചുറൽ അല്ലെങ്കിൽ പ്രൈമറി ഫ്യൂവൽസ് എന്തായിരിക്കും അതായത് നേച്ചറിൽ പ്രകൃതിദത്തമായിട്ട് കാണപ്പെടുന്ന ചില ഫ്യൂവൽസിനെയാണ് നമ്മൾ നാച്ചുറൽ ഫ്യൂവൽ എന്ന് പറയുന്നത്. ദീസ് ആർ ഫൗണ്ട് ഇൻ നേച്ചർ ആസ് വുഡ്, പീറ്റ്, കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് ഇങ്ങനെയൊക്കെ കാണുന്നതിനെയാണ് നമ്മൾ നാച്ചുറൽ ഫ്യൂവൽ എന്ന് പറയുന്നത് അല്ലേ. നാച്ചുറൽ ഫ്യൂവൽസിന് എക്സാമ്പിൾ ആണ് വുഡ്, അതുപോലെ പീറ്റ്, കോള്, പെട്രോളിയം അതെല്ലാം. ഓക്കെ, അതിലെ അടുത്തതാണ് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ സെക്കൻഡറി ഫ്യൂവൽ എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിഫിഷ്യൽ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ ഇന്ധനങ്ങളാണ്. മനുഷ്യനിർമ്മിതമായ ഇന്ധനങ്ങൾ ദാറ്റ് ആർ മെയ്ഡ് ഫ്രം പ്രൈമറി ഫ്യൂവൽസ്. പ്രൈമറി ഫ്യൂവലിൽ നിന്ന് നിർമ്മിക്കുന്ന ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിക്കുന്ന ഇന്ധനങ്ങളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിഫിഷ്യൽ ഫ്യൂവൽ അല്ലെങ്കിൽ സെക്കൻഡറി ഫ്യൂവൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കിയിടാം. ചാർക്കോള് അല്ലേ, ചാർക്കോള് ആർട്ടിഫിഷ്യൽ ആണ്. കോക്ക്, കെറോസിൻ, ഡീസല്, പെട്രോള്, കോൾ ഗ്യാസ്, ഓയിൽ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ്, ബ്ലാസ്റ്റ് ഫർണസ് ഗ്യാസ് ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ സെക്കൻഡറി ഫ്യൂവൽസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ? വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞത്? ഓക്കെ, അടുത്തത് ഞാൻ പറഞ്ഞു നമ്മൾ ഇപ്പോൾ നമ്മുടെ ഫ്യൂവൽസിനെ ക്ലാസിഫൈ ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ക്ലാസിഫിക്കേഷനിൽ പ്രധാനമായിട്ടും പറഞ്ഞ ഒന്നാണ് അവരുടെ ഒക്കറൻസ് എന്ന് പറഞ്ഞു. പ്രൈമറി ഫ്യൂവൽസും സെക്കൻഡറി ഫ്യൂവൽസും. പ്രകൃതിദത്തമായിട്ട് കാണപ്പെടുന്ന ഫ്യൂവൽസിനെ നമ്മൾ എന്താണ്? പ്രൈമറി ഫ്യൂവൽ എന്ന് പറഞ്ഞു. ആർട്ടിഫിഷ്യലായിട്ട് പ്രൈമറി ഫ്യൂവൽസിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്യൂവൽ എന്നും പറഞ്ഞു. ഇനി ഈ പറഞ്ഞ പ്രൈമറി ഫ്യൂവൽസിൽ തന്നെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. പ്രൈമറി ഫ്യൂവൽസിനെ തന്നെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുകയാണ്. സോളിഡ് ഫ്യൂവൽസ്, ലിക്വിഡ് ഫ്യൂവൽസ്, ഗേഷ്യസ് ഫ്യൂവൽസ്. അതുപോലെ സെക്കൻഡറി ഫ്യൂവൽസിനെ തന്നെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. അതിലും എന്തുണ്ട്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നിങ്ങനെയുണ്ട്. നമുക്കത് നോക്കാം. നോക്കിയടാ, ഈ പറഞ്ഞ പ്രൈമറി ഫ്യൂവൽസിൽ തന്നെ വരുന്ന ക്ലാസിഫിക്കേഷനാണ് വീണ്ടും സോളിഡ് ഫ്യൂവൽസും ലിക്വിഡ് ഫ്യൂവൽസും ഗേഷ്യസ് ഫ്യൂവൽസും. പ്രകൃതിദത്തമായിട്ട് കാണപ്പെടുന്ന സോളിഡ് ഫ്യൂവലുകളാണ് വുഡ്, നമുക്കറിയാം തടിയാണ് അല്ലെ. അതുപോലെ പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് അല്ലെ. ഈ പീറ്റും ബിറ്റുമിനസും ലിഗ്നൈറ്റും എല്ലാം എന്താണ്? നാച്ചുറലി കാണപ്പെടുന്ന സോളിഡ് സ്റ്റേറ്റിലുള്ള ഫ്യൂവൽസ് ആണ്. ഓക്കെ, അതുപോലെ കോൾ, ഡങ് അല്ലെ, ഇതെല്ലാം എന്താണ്? സോളിഡ് ഫ്യൂവൽസ് ആണ്. ഇനി ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന പ്രൈമറി ഫ്യൂവൽസ് ആണ് ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിൽ ഇല്ലേ? ഓക്കെ, അറിയാം. അതുപോലെ വെജിറ്റബിൾ ഓയിൽ അല്ലെ, ഇതെല്ലാം എന്താണ്? നാച്ചുറലി കിട്ടുന്ന അല്ലെങ്കിൽ നാച്ചുറലി കാണപ്പെടുന്ന ലിക്വിഡ് ഫോമിലുള്ള ഫ്യൂവലുകളാണ്, പ്രൈമറി ഫ്യൂവലുകളാണ്. ഇനി നാച്ചുറലി കാണുന്ന ഗേഷ്യസ് ഫോമിലുള്ള പ്രൈമറി ഫ്യൂവലാണ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്, അഥവാ പ്രകൃതി വാതകം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് ചിലപ്പോൾ ഓപ്ഷനിലൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. അടുത്തത് സെക്കൻഡറി അല്ലെങ്കിൽ ഡിറൈവ്ഡ് ഫ്യൂവൽസ് എന്ന് പറയാം. നോക്കിയടാ, സെക്കൻഡറി ഫ്യൂവൽസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ഫ്യൂവൽസ് എന്താണ്? അതായത് ഈ പ്രൈമറി ഫ്യൂവൽസിൽ നിന്ന് നിർമ്മിച്ചെടുക്കുന്ന ഫ്യൂവൽസിനെയാണ് സെക്കൻഡറി ഫ്യൂവൽ എന്ന് പറഞ്ഞത്. അതിൽ തന്നെ വീണ്ടും നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അതിൽ സെക്കൻഡറി ഫ്യൂവൽസിൽ സോളിഡ് സ്റ്റേറ്റിലുള്ളവയാണ് കോക്ക്, ചാർക്കോൾ. ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്. നമ്മൾ പ്രൈമറി ഫ്യൂവൽസിൽ സോളിഡ് സ്റ്റേറ്റിൽ കാണുന്നവയാണ് ഈ വുഡ്, പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് എന്ന് പറയുന്നത്. പക്ഷേ സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ അതെന്തൊക്കെയാടാ? കോക്ക്, ചാർക്കോൾ. തെറ്റിപ്പോകരുത്. ഈ കോക്കും ചാർക്കോളും ഒക്കെ എന്താണ്? ഡിറൈവ്ഡ് അല്ലെങ്കിൽ സെക്കൻഡറി ആണ് കേട്ടോ. സെക്കൻഡറി ഫ്യൂവൽസ് ആണ് കോക്കും ചാർക്കോളും ഒക്കെ. പ്രൈമറിയിൽ വുഡൊക്കെ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അതുപോലെ ലിക്വിഡ് സ്റ്റേറ്റിൽ വരുന്ന സെക്കൻഡറി ആയിട്ടുള്ള ഫ്യൂവൽസ് ഏതൊക്കെയാണ്? ടാർ അല്ലേടാ, ടാർ നമുക്കറിയാം. കെറോസിൻ, ഡീസല്, പെട്രോള്, അതുപോലെ സിന്തറ്റിക് ഗ്യാസലിൻ അല്ലേ. സിന്തറ്റിക് ഗ്യാസലിൻ ഇതെല്ലാം എന്താണ്? സെക്കൻഡറി ആയിട്ടുള്ള ഫ്യൂവൽസ് ആണ്, സെക്കൻഡറി ആയിട്ടുള്ള ലിക്വിഡ് ഫ്യൂവൽസ് ആണ്. ഇനി സെക്കൻഡറി ആയിട്ടുള്ള ഗേഷ്യസ് ഫ്യൂവൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? കോൾ ഗ്യാസ് അല്ലേ, കോൾ ഗ്യാസ്, വാട്ടർ ഗ്യാസ്, ബയോഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ്, LPG. കോൾ ഗ്യാസ് ഓക്കെ. വാട്ടർ ഗ്യാസ് എന്ന് കേട്ടിട്ടുണ്ടോ? വാട്ടർ ഗ്യാസ് എന്താണ്? വാട്ടർ ഗ്യാസ് നമ്മളൊരു +2 പഠിച്ചിട്ടുണ്ട്. വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ ഒക്കെ
അല്ലേ? വാട്ടർ ഗ്യാസ് ഇസ് എന്തൊക്കെ ചേർന്നിട്ടാണ് വാട്ടർ ഗ്യാസ് ഉണ്ടാക്കിയിരിക്കുന്നത്? വാട്ടർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും കൂടി മിക്സാണ്. എന്താണ്? കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും കൂടി മിക്സാണ് വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത്. ഈ വാട്ടർ ഗ്യാസിനെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. അത് നമ്മൾ +2 പഠിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് ബയോഗ്യാസ്. ബയോഗ്യാസ് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നീട് വരുന്നതാണ് എന്ത്? പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയുന്നത്. എന്താണ് പ്രൊഡ്യൂസർ ഗ്യാസ്? എന്താണ് പ്രൊഡ്യൂസർ ഗ്യാസ്? പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ ഗ്യാസ് പോലെ തന്നെ, പക്ഷേ 1-2 ആൾക്കാർ കൂടി അതിൻ്റെ കൂടെ വരും. അതായത് പ്രൊഡ്യൂസർ ഗ്യാസിലേക്ക് വരുമ്പോൾ ഈ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും അതിനോടൊപ്പം ഉണ്ട്. അതോടൊപ്പം നൈട്രജൻ കൂടി വരും കേട്ടോ. നൈട്രജൻ കൂടി വരുന്നുണ്ട്. പിന്നീട് ചെറിയ എമൗണ്ടിൽ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ മീഥൈനും വരുന്നുണ്ട് കേട്ടോ. ഇത് ട്രേസ് എമൗണ്ടിലാണ്, സ്മോൾ ക്വാണ്ടിറ്റിയിലാണ് കാർബൺ ഡൈ ഓക്സൈഡും മീഥൈനും വരുന്നത്. ഓക്കെ, അപ്പോൾ വാട്ടർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മിക്സ് ആണ്. പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയുമ്പോൾ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും നൈട്രജനും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും മീഥൈനും ഒക്കെ ചെറിയ അളവിലൂടെ ചേർന്ന മിശ്രിതമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഗേഷ്യസ് ഫോമിലുള്ള സെക്കൻഡറി ആയിട്ടുള്ള ഫ്യൂൽസുകളാണ്. ഓക്കെ അല്ലേ? പേര് ആർക്കും മാറിപ്പോകരുത്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പ്രൈമറി ഫ്യൂൽ എന്നുള്ള കാര്യവും എന്താണ് സെക്കൻഡറി ഫ്യൂൽ എന്നുള്ള കാര്യവും മനസ്സിലായി. അതിൽ തന്നെ പ്രൈമറി ഫ്യൂവൽസിൽ സോളിഡ് വരുന്നവ, ലിക്വിഡ് വരുന്നത്, ഗ്യാസ് വരുന്നത് നോക്കി. അതുപോലെ സെക്കൻഡറി ഫ്യൂവൽസിലും സോളിഡും ലിക്വിഡും ഗ്യാസും ഒക്കെ നോക്കി. നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ഫ്യൂവൽ. ഒരു നല്ല ഫ്യൂവലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ഫ്യൂവൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിത് കേട്ടോ. ശ്രദ്ധിക്കുക. ഫസ്റ്റ് പോയിന്റ് ആണ് ഹൈ കലോറിഫിക് വാല്യൂ. ഒരു ഗുഡ് ഫ്യൂവൽ ആണോ അയാൾക്ക് ഹൈ കലോറിഫിക് വാല്യൂ ഉണ്ടായിരിക്കണം. എന്താണ് കലോറിഫിക് വാല്യൂ അല്ലെങ്കിൽ ഹൈ കലോറിഫിക് വാല്യൂ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് കലോറിഫിക് വാല്യൂ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണേ, ഇപ്പോൾ 1 യൂണിറ്റ് മാസുള്ള അല്ലെങ്കിൽ 1 യൂണിറ്റ് വോളിയമുള്ള ഫ്യൂവലിനെ നമ്മൾ ബേൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കത്തിക്കുമ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അതായത് പെർ യൂണിറ്റ് മാസുള്ള ഒരു ഫ്യൂവൽ അല്ലെങ്കിൽ പെർ യൂണിറ്റ് വോളിയമുള്ള ഒരു ഫ്യൂവലിനെ നമ്മൾ ബേൺ ചെയ്യുമ്പോൾ നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഹൈ കലോറിഫിക് വാല്യൂ ഉണ്ട് എന്ന് പറയാം. ആ ഫ്യൂവലിന് ഹൈ കലോറിഫിക് വാല്യൂ ഉണ്ടെന്ന് പറയാം. ഓക്കെ അല്ലേ? അതായത് ഒരു ഫ്യൂവൽ വിത്ത് ഹൈ കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ് ഫ്യൂവൽ ആയിരിക്കുമല്ലോ. കാരണം കുറച്ച് കത്തിച്ചാൽ മതി, അപ്പോൾ തന്നെ നമുക്ക് നല്ല എമൗണ്ട് ഓഫ് എനർജി കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മളത് വളരെ ഗുഡ് ഫ്യൂവൽ എന്ന് പറയത്തില്ലേ? ഓക്കെ ആണല്ലോ. അപ്പോൾ ഹൈ കലോറിഫിക് വാല്യൂ ആയിരിക്കണം. ഇനി ഹയർ കലോറിഫിക് വാല്യൂ എൻഷേഴ്സ് ദ ഹയർ തെർമൽ എഫിഷ്യൻസി ആണല്ലോ. ഹയർ കലോറിഫിക് വാല്യൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ തെർമൽ എഫിഷ്യൻസിയും കൂടുതലായിരിക്കും, ഹയർ ആയിരിക്കും. സോ എന്താണ് ഫസ്റ്റത്തെ പോയിന്റ് കിട്ടി. എന്നോടൊപ്പം പഠിച്ചു പോയേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് ഫ്യൂവലിൽ ഒന്നാമത്തെ പോയിന്റ് ഹൈ കലോറിഫിക് വാല്യൂ. ഇനി എന്താണ് കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ? 1 യൂണിറ്റ് മാസ് ഉള്ള ഒരു ഫ്യൂവൽ അല്ലെങ്കിൽ പെർ യൂണിറ്റ് മാസ് ഫ്യൂവൽ അല്ലെങ്കിൽ യൂണിറ്റ് വോളിയം ഉള്ള ഒരു ഫ്യൂവലിനെ ബേൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ലിബറേറ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിന്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. സോ കലോറിഫിക് വാല്യൂ കൂടുതലാണെങ്കിൽ എന്താണ്? എഫിഷ്യൻസിയും കൂടുതലായിരിക്കും. സോ അതൊരു വളരെ ഗുഡ് ആയിട്ടുള്ളൊരു ഫ്യൂവൽ ആണെന്ന് പറയാം. ഓക്കെ, ഫസ്റ്റത്തെ പോയിന്റ് കിട്ടി. അടുത്ത പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് ആണ് മോഡറേറ്റ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ. എന്താണ് മോഡറേറ്റ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ? അതിന് മുന്നേ എന്താണ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് അറിയണം. നോക്കിയടാ, ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഈസ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ ടു വിച്ച് എ ഫ്യൂവൽ മസ്റ്റ് ബി ഹീറ്റഡ് ടു സ്റ്റാർട്ട് ബേണിംഗ് സ്മൂത്ത്ലി. നമ്മൾ എന്താണ് ഇഗ്നൈറ്റ് ചെയ്യുക, എന്താണ് കത്തിക്കുക അല്ലേ? ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയൊരു ടെമ്പറേച്ചർ ആണ് ടു വിച്ച് ദ ഫ്യൂവൽ മസ്റ്റ് ബി ഹീറ്റഡ് ടു സ്റ്റാർട്ട് ബേണിംഗ് സ്മൂത്ത്ലി. ഒരു ഫ്യൂവൽ സ്മൂത്തായിട്ട് ബേൺ ചെയ്യാൻ തുടങ്ങുന്ന ഒരു മിനിമം ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? അതിൻ്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയിന്റ് എന്താണ്? മോഡറേറ്റ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ. സോ അടുത്തതാണ് മോഡറേറ്റ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ എന്താണ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് നമ്മൾ അറിയണം. എന്താണ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ? നോക്കിയേ, നമ്മുടെ ഡെഫിനിഷനിൽ പറയുന്നുണ്ടല്ലോ, ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഈസ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ ടു വിച്ച് എ ഫ്യൂവൽ മസ്റ്റ് ബി ഹീറ്റഡ് ടു സ്റ്റാർട്ട് ബേണിംഗ് സ്മൂത്ത്ലി.
ഒരു ഫ്യൂവൽ സ്മൂത്ത് ആയിട്ട് ബേൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന മിനിമം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ലോവസ്റ്റ് ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് അതിൻ്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് എന്താടാ, ഒരു മിനിമം ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ആ ഫ്യൂവൽ ബേൺ ചെയ്യാൻ തുടങ്ങും. ആ ഒരു ടെമ്പറേച്ചറിനെയാണ് അതിൻ്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഒരു ഗുഡ് ഫ്യൂവൽ ആവണമെങ്കിൽ, അല്ലേ, ഒരു ഗുഡ് ഫ്യൂവൽ ആയിരിക്കണമെങ്കിൽ അപ്പോൾ വളരെ കുറച്ച് ടെമ്പറേച്ചർ കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ കുറച്ച് ടെമ്പറേച്ചർ തന്നെ പെട്ടെന്ന് അത് കത്തുവാണെങ്കിൽ നമുക്കതിനെ ഗുഡ് എന്ന് പറയാൻ സാധിക്കുമെന്ന് വിചാരിക്കും. നമ്മുടെ ഓപ്ഷനിൽ ചിലപ്പോൾ അങ്ങനെ വരികയും ചെയ്യും. അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ഫ്യൂവലിനകത്ത് ഹൈ കലോറിഫിക് വാല്യൂ, വെരി ലോ ഇഗ്നീഷൻ ടെമ്പറേച്ചർ, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഓപ്ഷനിൽ വരാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, ഒന്നുകൂടി ആലോചിക്കണം. വളരെ ലോ ആയിട്ടുള്ളൊരു ഇഗ്നീഷൻ ടെമ്പറേച്ചർ ആണെന്നിരിക്കട്ടെ, അങ്ങനെ ആണെങ്കിൽ നമുക്കത് പ്രാക്ടിക്കലാക്കാൻ പറ്റൂടാ? ഏറ്റവും ചെറിയൊരു ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചൊരു ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് അങ്ങ് കത്താൻ തുടങ്ങും. അങ്ങനെ കത്തിക്കഴിഞ്ഞാൽ നമുക്കതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ എളുപ്പമാണോ? അല്ല. നമുക്കതിനെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റത്തില്ല. അതുപോലെ ഇത് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് കത്തി അങ്ങ് പോകുമല്ലേ. സോ നമുക്ക് എന്താണ്, അതിലൊരു എഫക്റ്റീവായിട്ട് നമുക്ക് ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തില്ല. സോ അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും വളരെ ടു ലോ ആയിട്ട് നമുക്ക് ഇഗ്നീഷൻ ടെമ്പറേച്ചറിനെ വെക്കാൻ സാധിക്കത്തില്ല. മനസ്സിലായോ? അതുപോലെ തന്നെ ഇനി ഇഗ്നീഷൻ ടെമ്പറേച്ചർ വളരെ ഹൈ ആണെന്നിരിക്കട്ടെ, വളരെ ഹൈ ആണ്, അതായത് ഒത്തിരി ടെമ്പറേച്ചർ കൊടുത്തെങ്കിൽ മാത്രമേ ഇത് കത്തത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്രയും എനർജി വേസ്റ്റേജ് ഉണ്ടാവും, അല്ലേ, അത്രയും നമുക്ക് ഡിഫിക്കൽട്ട് ആണ്. സോ അതും പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് മോഡറേറ്റ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഒരു ഗുഡ് ഫ്യൂവലിന് വേണ്ട രണ്ടാമത്തെ കാര്യമാണ് മോഡറേറ്റ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ, ഒരു മിതമായ ഇഗ്നീഷൻ ടെമ്പറേച്ചർ ആയിരിക്കണം. സോ ഫസ്റ്റത്തെ പോയിന്റ് ഹൈ കലോറിഫിക് വാല്യൂ, രണ്ടാമത്തത് മോഡറേറ്റ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. മൂന്നാമത്തെ പോയിന്റ് ആണ് ലോ മോയ്സ്ചർ കണ്ടന്റ്, അല്ലേ? എന്താണ് ലോ മോയ്സ്ചർ കണ്ടന്റ്? മോയ്സ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ ഈർപ്പ സാന്നിധ്യം കുറവായിരിക്കണം. എന്തുകൊണ്ടാണ് ലോ മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത്? ആലോചിച്ച് നോക്കിയേ. നമുക്കറിയാം മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലടങ്ങിയിരിക്കുന്ന ഈർപ്പത്തിന്റെ അളവ് അല്ലെങ്കിൽ വാട്ടർ വേപ്പറിന്റെ അളവിനെയാണ് നമ്മൾ അതിന്റെ മോയ്സ്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയടാ. ഇതായത് ഇപ്പോൾ ഹൈ മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഹൈ മോയ്സ്ചർ കണ്ടന്റ് ആണെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ നനഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നല്ല നനവ് തട്ടിയ ഒരു വുഡിനെ നമ്മൾ കത്തിക്കുകയാണ്, തടിയെ കത്തിക്കുകയാണ്. അങ്ങനെ കത്തിക്കുമ്പോൾ നമുക്കറിയാം ഒത്തിരി സമയം എടുത്തെങ്കിൽ മാത്രമേ അത് കത്തത്തുള്ളൂ, അല്ലേ? നനഞ്ഞിരിക്കുന്ന ആ ഒരു തടി കഷ്ണമൊക്കെ കത്താനായിട്ട് ഒരുപാട് സമയം എടുക്കും. എന്തുകൊണ്ടാണത്? അതായത് നമ്മൾ ഈ കത്താൻ വേണ്ടി കൊടുക്കുന്ന ആ ഒരു എനർജി ഇല്ലേ, അത് കംപ്ലീറ്റ് ആയിട്ട് അത് കത്താനായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് മുന്നേ എന്ത് ചെയ്യും? അതിനകത്തുള്ള വാട്ടർ വേപ്പർ അല്ലേ, അതിനെ വേപ്പറൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുക പറഞ്ഞത്? അതായത് ഇപ്പോൾ നല്ല നനഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഈർപ്പ സാന്നിധ്യമുള്ള ഒരു വിറക് കഷ്ണത്തെ ഞാൻ കത്തിക്കുകയാണ്. കത്തിക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അതേപോലെ തന്നെ ഞാനൊരു ഉണക്ക വിറക് കഷ്ണം, അതായത് ഈർപ്പ സാന്നിധ്യമില്ലാത്ത ഉണങ്ങിയ ഒരു വിറക് കഷ്ണവും ഞാൻ കത്തിക്കുകയാണ്. ഏതായിരിക്കും സ്വാഭാവികമായിട്ടും ഫാസ്റ്റായിട്ട് കത്തുന്നത്? ഉണങ്ങിയതായിരിക്കും. എന്തുകൊണ്ട്? അതിൽ എന്താണ്? ഈർപ്പ സാന്നിധ്യമില്ല. ഇനി ഈർപ്പ സാന്നിധ്യം ഉള്ളത് കൊണ്ട് എന്താണ് പ്രശ്നം? ഈർപ്പ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഫസ്റ്റ് നമ്മൾ ഈ കൊടുക്കുന്ന ഈ എനർജി അല്ലെങ്കിൽ കത്താൻ സഹായിക്കുന്ന കത്തിക്കുന്ന ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടത് വേപ്പറൈസേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ എനിക്ക് ഒരുപാട് എനർജിയുടെ നഷ്ടം ഉണ്ടാവും, അല്ലേ? സോ അത് ഒരു നല്ലൊരു ഫ്യൂവലിന്റെ ലക്ഷണമാണോ മോയ്സ്ചർ കണ്ടന്റ് ഉള്ളത്? അല്ല. സോ മോയ്സ്ചർ എന്തായിരിക്കണം? ലോ മോയ്സ്ചർ കണ്ടന്റ് ആയിരിക്കണം. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഇവിടെ വരുന്നുണ്ട്. മോയ്സ്ചർ കണ്ടന്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ഫ്യൂവലിന്റെ വെയിറ്റും കൂടുതലായിരിക്കത്തില്ലേ, അല്ലേ? ആ ഈർപ്പത്തിന്റെ സാന്നിധ്യത്തോട് ചേർന്ന് ആ വെയിറ്റ് കൂടുതലായിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു നനഞ്ഞ വിറകും ഉണങ്ങിയ വിറകും കൂടി എടുത്ത് നോക്കുമ്പോൾ വെയിറ്റ് കൂടുതൽ ആർക്കാണ്? നനവുള്ള വിറകിനാണ്, അല്ലേ? അങ്ങനെ വരുമ്പോൾ അതിൻ്റെ വെയിറ്റ് കൂടുതലായിരിക്കും. വെയിറ്റ് കൂടുമ്പോൾ കോസ്റ്റും കൂടും. സോ അത് ഗുഡ് ഫ്യൂവൽ ആണോ? അല്ല. സോ മോയ്സ്ചർ കണ്ടന്റ് കുറവായിരിക്കണം. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് ലോ മോയ്സ്ചർ കണ്ടന്റ് ആണ്. ഓക്കെ അല്ലേടാ? അടുത്ത പോയിന്റ് ആണ് ലോ ആഷ് കണ്ടന്റ്, അല്ലേ? ചാരത്തിന്റെ അളവ് കുറവായിരിക്കണം. നോക്കിയടാ, എന്താണ് ആഷ് അല്ലെങ്കിൽ ചാരം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം നമ്മളൊരു ഫ്യൂവലിനെ കത്തിക്കുമ്പോൾ ഉള്ള നോൺ കമ്പസ്റ്റബിൾ ആയിട്ടുള്ള മാറ്റേഴ്സിനെയാണ് നമ്മൾ ആഷ് എന്ന് പറയുന്നത്, അല്ലേ? നോൺ കമ്പസ്റ്റബിൾ ആയിട്ടുള്ള മാറ്റേഴ്സ് വീണ്ടും എന്താണ്? മാറുന്ന ഒരു ഫോമാണ് ഈ ആഷ് എന്ന് പറയുന്നത്. നോൺ കമ്പസ്റ്റബിൾ മാറ്റേഴ്സ് പ്രസന്റ് ഇൻ ദ കോൾ ഈസ് കൺവേർട്ടഡ് ടു ആഷ്. ഓക്കെ, ഇതിൽ മോർ ആയിട്ടുള്ള നോൺ കമ്പസ്റ്റബിൾ മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ മോർ ആയിട്ടുള്ള ആഷ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ഈ ആഷിന്റെ അളവ് കുറവായിരിക്കണം എന്ന് പറയേണ്ട കാര്യം?
നോക്കിയേടാ, നമുക്കറിയാം ഈ ആഷ് ഫോം ചെയ്തു. ആഷ് ഫോം ചെയ്തിട്ട് ആഷ് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? വീണ്ടും അവിടെ ക്ലിങ്കേഴ്സ് ഉണ്ടാക്കും. ക്ലിങ്കേഴ്സ് ആൻഡ് ബ്ലോക്കിംഗ് ഓഫ് എയർ സർക്കുലേഷൻ ആൻഡ് വിച്ച് ഹിൻഡറിംഗ് ദ കംപ്ലീറ്റ് ബേണിംഗ് ഓഫ് ദ ഫ്യൂവൽ ആൻഡ് ദിസ് ഫർദർ റെഡ്യൂസസ് ദ ഹീറ്റ് ഔട്ട്പുട്ട് ഓഫ് ദ ഫ്യൂവൽ. ഓക്കെ അല്ലേ? ഞാൻ ഈ പറഞ്ഞ വിറകിൻ്റെ ഉദാഹരണം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പം നമ്മളൊരു വിറക് കത്തിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു വിറകടുപ്പിൽ നമ്മൾ വിറക് കത്തിക്കുമ്പോൾ കുറേ കഴിഞ്ഞ് ചാരം കൂടും അല്ലേ? ചാരം കൂടിക്കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും അത് കത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ചാരം കൂടിക്കഴിഞ്ഞാൽ മനസ്സിലായോ? അത് ആഷ് കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ക്ലിങ്കേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ബ്ലോക്കിംഗ് ഓഫ് എയർ സർക്കുലേഷൻ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ പിന്നീടുള്ള ബേണിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആഷ് കണ്ടന്റ് എന്തായിരിക്കണം? കുറവായിരിക്കണം. ഓക്കെ അല്ലേ? സോ 4ാമത്തെ പോയിന്റ് ലോ ആഷ് കണ്ടന്റ്. ഓക്കെ, അടുത്തത് അതുപോലെ ആഷ് കോൺട്രിബ്യൂട്ട് അഡീഷണൽ കോസ്റ്റ് ഫോർ സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നം കൂടി ആഷിനുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആഷ് കണ്ടന്റ് ലോ ആയിരിക്കണം. അടുത്ത പോയിന്റ് ആണ് മോഡറേറ്റ് വെലോസിറ്റി ഓഫ് കമ്പഷൻ. വെലോസിറ്റി ഓഫ് കമ്പഷൻ മോഡറേറ്റ് ആയിരിക്കണം. ഓക്കെ, ഞാൻ ഈ വെലോസിറ്റി ഓഫ് കമ്പഷന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഗ്നീഷൻ ടെമ്പറേച്ചറിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി. നോക്കിയടാ, ഇപ്പോൾ ഈ പറഞ്ഞ വെലോസിറ്റി ഓഫ് കമ്പഷൻ വളരെയധികം കുറവാണെന്നിരിക്കട്ടെ. കുറവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? വെലോസിറ്റി ഓഫ് കമ്പഷൻ കുറവാണെങ്കിൽ ഇപ്പൊ നമുക്ക് അത് കത്തണമെങ്കിൽ, ആ ഫ്യൂവല് കത്തണമെങ്കിൽ ഒരു മിനിമം ടെമ്പറേച്ചർ കാണത്തില്ലേ? ആ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാൻ ഒത്തിരി സമയം എടുക്കും അല്ലേ? വെലോസിറ്റി ഓഫ് കമ്പഷൻ കുറവാണെങ്കിൽ അത് കത്താനുള്ള ആ ഒരു മിനിമം ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാൻ ഒത്തിരി സമയം എടുക്കും. സോ വളരെ ലോ ആവാൻ പാടില്ല. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇത് വളരെയധികം ഹൈ ആണെങ്കിൽ, വെലോസിറ്റി ഓഫ് കമ്പഷൻ വളരെയധികം ഹൈ ആണെങ്കിൽ എന്താണ്? ഈ പറഞ്ഞ ടെമ്പറേച്ചർ വളരെ പെട്ടെന്ന് എത്തുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് തന്നെ അതങ്ങ് കത്തിത്തീരുകയും ചെയ്യും അല്ലേ? അങ്ങനെ വരുമ്പോൾ അതും പറ്റത്തില്ല. സോ നമ്മുടെ ഈ പോയിന്റ് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ മോഡറേറ്റ് വെലോസിറ്റി ഓഫ് കമ്പഷൻ ആയിരിക്കണം. ഒരു മിനിമം അല്ലേ, അല്ലെങ്കിൽ ആ ഒരു രണ്ടിനും ഇടയിലുള്ള ഒരു റേഞ്ചിലുള്ള ഒരു വെലോസിറ്റി ഓഫ് കമ്പഷൻ, മോഡറേറ്റ് വെലോസിറ്റി ഓഫ് കമ്പഷൻ ആയിരിക്കണം. അതാണ് 5ാമത്തെ പോയിന്റ് പറയുന്നത്. സോ നമ്മൾ മോഡറേറ്റ് വരുന്ന 2 കാര്യങ്ങൾ പറഞ്ഞു. മോഡറേറ്റ് ഇഗ്നിഷൻ ടെമ്പറേച്ചറും മോഡറേറ്റ് വെലോസിറ്റി ഓഫ് കമ്പഷനും. ഓക്കെ അല്ലേ? അടുത്തത് 6ാമത്തെ പോയിന്റ് പറയുന്നത് ലോ കണ്ടന്റ് ഓഫ് ഹാംഫുൾ ഇമ്പ്യൂരിറ്റീസ്. അത് നമുക്കറിയാം. ഇപ്പോൾ നമ്മളൊരു ഫ്യൂവല് കത്തുമ്പോൾ അതിന് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവുമല്ലോ. ആ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവുന്നതിൽ ഹാംഫുൾ ആയിട്ടുള്ള കണ്ടന്റ് കുറവുള്ളവയായിരിക്കണം അല്ലേ? ബൈ പ്രൊഡക്റ്റിൽ എന്താണ്? ഹാംഫുൾ അല്ലെങ്കിൽ പോയിസൺ ആയിട്ടുള്ള കണ്ടന്റുകളുടെ അളവ് കുറവായിരിക്കണം. അതായിരിക്കും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതായിരിക്കും ഒരു ഗുഡ് ഫ്യൂവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നോക്കിയേ, അതായത് ഒരു ഗുഡ് ഫ്യൂവൽ ഷുഡ് നോട്ട് പ്രൊഡ്യൂസ് പോയിസണസ് ഓർ കൊറോസീവ് ഗ്യാസസ് ലൈക്ക് കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ഹൈഡ്രജൻ ഡൈസൾഫൈഡ് ഡ്യൂറിംഗ് ബേണിംഗ്. കണ്ടോ? അതായത് ഈ പറഞ്ഞ കാർബൺ മോണോക്സൈഡും സൾഫർ ഡയോക്സൈഡും H2S പോലെയുള്ള മാരകമായിട്ടുള്ള വസ്തുക്കളെ പുറത്ത് വിടാത്തവയായിരിക്കണം. അങ്ങനെയുള്ളവയാണ് നമ്മളൊരു ഗുഡ് ഫ്യൂവൽ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ആണ് മോഡറേറ്റ് റേറ്റ് ഓഫ് കമ്പഷൻ എന്ന് പറയുന്നത്. കമ്പഷൻ റേറ്റ് ഒരു മോഡറേറ്റ് റേറ്റ് ആയിരിക്കണം. ഒരുപാട് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കമ്പഷൻ്റെ റേറ്റ് വളരെയധികം ഫാസ്റ്റ് ആണെങ്കിൽ, വളരെ റാപ്പിഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? എക്സ്പ്ലോഷൻസ് ഒക്കെ സംഭവിക്കും അല്ലേ? പെട്ടെന്ന് വലിയ വലിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും. എന്നാൽ കമ്പഷൻ റേറ്റ് വളരെയധികം കുറവാണെങ്കിലോ? വളരെയധികം കുറവാണെങ്കിൽ നമുക്കൊരു ഹൈ ടെമ്പറേച്ചറിലേക്ക് വന്നാൽ ഇതിനെ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ലോ ടെമ്പറേച്ചറിൽ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ മോഡറേറ്റ് റേറ്റ് ഓഫ് കമ്പഷൻ ആയിരിക്കണം ഒരു ഗുഡ് ഫ്യൂവലിനുണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് ലോ കോസ്റ്റ്. നമുക്കറിയാം കോസ്റ്റ് കുറവുള്ളതായിരിക്കും എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അല്ലേ? സോ ലോ കോസ്റ്റ് ആയിരിക്കണം. ദ ഫ്യൂൽ ഷുഡ് ബി റെഡ്ലി അവൈലബിൾ അറ്റ് ചീപ്പ് റേറ്റ്. ചീപ്പ് റേറ്റിൽ നമുക്ക് ലഭ്യമാകുന്നതായിരിക്കണം. അടുത്ത പോയിന്റ് ഈസി സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. നമുക്ക് സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുവാനും വളരെയധികം എളുപ്പമുള്ള ഒരു ഫ്യൂവലായിരിക്കണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് അതിനെ ഗുഡ് എന്ന് പറയാൻ കഴിയുള്ളൂ. ആൻഡ് ഫൈനൽ പോയിന്റ് ദ കമ്പഷൻ റേറ്റ് ഷുഡ് ബി ഈസിലി കൺട്രോളബിൾ. ഞാൻ മുന്നേ പറഞ്ഞു എന്താണ്? കമ്പഷൻ റേറ്റ് മോഡറേറ്റ് ആയിരിക്കണമെന്ന് പറഞ്ഞു അല്ലേ? ഒരു മോഡറേറ്റ് റേറ്റുള്ള കമ്പഷൻ റേറ്റ് ആയിരിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ അത് എന്താണ്? കൺട്രോളബിളും ആയിരിക്കണം. നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. ഓക്കെ, കൺട്രോളബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ എപ്പോൾ വിചാരിച്ചാലും അത് സ്റ്റാർട്ട് ചെയ്യാനും എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കണം. അങ്ങനെയുള്ളതാണെങ്കിലേ നമുക്ക് ഗുഡ് എന്ന് പറയാൻ സാധിക്കുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ കമ്പഷൻ തുടങ്ങി നമ്മളെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആകെ പ്രശ്നം ഉണ്ടാകത്തില്ലേ? എക്സ്പ്ലോഷൻസ് ഒക്കെ ഉണ്ടാകത്തില്ലേ പിന്നീട്? ആണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കണം? അത് കൺട്രോളബിൾ ആയിരിക്കണം. ഓക്കെ അല്ലേ? സോ നമ്മൾ ഇതിൻ്റെ ഒരു ഗുഡ് ഫ്യൂവലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് ഒരു 10 എണ്ണമാണ് പഠിച്ചത്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം.
എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് പോയിന്റ് ഹൈ കലോറിഫിക് വാല്യൂ ആയിരിക്കണം. രണ്ടാമത്തേത് എന്തായിരുന്നു? മോഡറേറ്റ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ അല്ലെ, മോഡറേറ്റ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ ആയിരിക്കണം. 3 ലോ മോയ്സ്ചർ കണ്ടന്റ്. 4 ലോ ആഷ് കണ്ടന്റ്. 5 മോഡറേറ്റ് വെലോസിറ്റി ഓഫ് കമ്പഷൻ മോഡറേറ്റ് ആയിരിക്കണം. ഇനി ലോ കണ്ടന്റ് ഓഫ് ഹാംഫുൾ ഇമ്പ്യൂരിറ്റീസ്. 6ാമത്തെ പോയിന്റ് ആണ് ലോ കണ്ടന്റ് ഓഫ് ഹാംഫുൾ ഇമ്പ്യൂരിറ്റീസ്. 7ാമത്തെ മോഡറേറ്റ് റേറ്റ് ഓഫ് കമ്പഷൻ. സോ നമ്മൾ മോഡറേറ്റ് വരുന്ന 3 കാര്യങ്ങൾ പഠിച്ചു അല്ലേ? മോഡറേറ്റ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ, മോഡറേറ്റ് വെലോസിറ്റി ഓഫ് കമ്പഷൻ ആൻഡ് മോഡറേറ്റ് റേറ്റ് ഓഫ് കമ്പഷൻ. കേട്ടോ, മറന്നുപോകല്ലേ. അടുത്തത് 8ാമത്തെ പോയിന്റ് ലോ കോസ്റ്റ്. 9 ഈസി സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ആൻഡ് 10ാമത്തേത് കമ്പഷൻ റേറ്റ് ഷുഡ് ബി ഈസിലി കൺട്രോളബിൾ. ഓക്കെ അല്ലേ? സോ ഇത്രയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസിൽ വരുന്നത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ പറയുന്നത് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് അപ്പോൺ ദെയർ സ്റ്റേറ്റ് ഓഫ് അഗ്രിഗേഷൻ. ഞാൻ ആദ്യം പറഞ്ഞു ഫസ്റ്റ് എന്തായിരുന്നു? അതിൻ്റെ ഒക്കറൻസ് അനുസരിച്ചായിരുന്നു നമ്മൾ തരംതിരിച്ചിരുന്നത്. നാച്ചുറൽ ഫ്യൂൽസ് എന്നും അല്ലെങ്കിൽ പ്രൈമറി ഫ്യൂൽസ് എന്നും സെക്കൻഡറി ഫ്യൂൽസ് എന്നും ക്ലാസിഫൈ ചെയ്തു. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്താണ്? അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് അനുസരിച്ചാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? സോളിഡ് ഫ്യൂൽസ്, ലിക്വിഡ് ഫ്യൂൽസ്, ഗേഷ്യസ് ഫ്യൂൽസ് അല്ലേ? ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ നേരത്തെ നമ്മുടെ പ്രൈമറി ഫ്യൂൽസിനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്തു. അതുപോലെ സെക്കൻഡറി ഫ്യൂൽസിലേക്ക് വന്നപ്പോൾ അവിടെയും സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കാം ഈ സോളിഡ് ഫ്യൂൽസ് എങ്ങനെയാണ് ലിക്വിഡ് ഫ്യൂൽസിൽ നിന്നും ഗേഷ്യസ് ഫ്യൂൽസിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. എങ്ങനെയാണ് അവയുടെ കലോറിഫിക് വാല്യൂയിലുള്ള വ്യത്യാസം, അവരുടെ സ്റ്റോറേജ് എങ്ങനെയാണ് അല്ലെ, അവരുടെ ഒക്കറൻസ് എങ്ങനെയാണ്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആഷ് അല്ലെങ്കിൽ സ്മോക്ക് അതൊക്കെ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ സോളിഡ് ഫ്യൂൽസിൻ്റെയും ലിക്വിഡ് ഫ്യൂൽസിൻ്റെയും ഗേഷ്യസ് ഫ്യൂൽസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സോളിഡ് ഫ്യൂൽസിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ സോളിഡ് ഫ്യൂലിൻ്റെ ഒരു എക്സാമ്പിൾ കണ്ടോ, കോൾ ഒരു സോളിഡ് ഫ്യൂലാണ്. അതിൻ്റെ കോസ്റ്റ് നോക്കിയടാ, അതിൻ്റെ കോസ്റ്റ് വളരെ ചീപ്പാണ്. നമുക്കറിയാം നമ്മുടെ സോളിഡ് ഫ്യൂൽസ് ലിക്വിഡിനെയും ഗ്യാസിനെയും അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി ലോ കോസ്റ്റ് ആണ്. അപ്പോൾ കോസ്റ്റ് ചീപ്പാണ്. അതുപോലെ സ്റ്റോറേജിലേക്ക് വരുമ്പോൾ ഈസിലി സ്റ്റോറാണ്, ഈസി ടു സ്റ്റോർ ആണ് അല്ലേ? നമ്മുടെ വിറക്, കോക്ക് അല്ലേ, അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതൊക്കെ സ്റ്റോർ ചെയ്യാൻ എളുപ്പമല്ലേ? പീറ്റ്, ബിറ്റുമിനസ് ഇതെല്ലാം സോൾട്ട് ഫോമിൽ കാണുന്നതാണ്. അവയൊക്കെ സ്റ്റോറേജ് വളരെയധികം ഈസിയാണ്. ഇനി അവരുടെ റിസ്ക് ടുവേഴ്സ് ഫയർ ഹസാർഡ്സ് എന്താണ്? ലെസ് ആണ്. ലെസ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, കമ്പയർഡ് ടു ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് ഫ്യൂൽസ്. ലിക്വിഡ് ഫ്യൂൽസിനെയും ഗേഷ്യസ് ഫ്യൂൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ എന്താണ് റിസ്ക് ടുവേഴ്സ് ദ ഫയർ ഹസാർഡ്സ് ലോ ആണെന്ന് പറയാം. ഓക്കെ, അടുത്തത് അവരുടെ കമ്പഷൻ റേറ്റ് എങ്ങനെയാണ്? നമുക്കറിയാം ഒരു വിറകൊക്കെ കത്തണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ കമ്പഷൻ റേറ്റ് സ്ലോ പ്രോസസ് ആണെന്ന് പറയാം. ഇനി കമ്പഷൻ കൺട്രോളിലേക്ക് വരുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ? നമുക്ക് കൺട്രോൾ ചെയ്യാനൊന്നും സാധിക്കത്തില്ല. അത് കത്തിക്കൊണ്ട് തന്നെ ഇരിക്കാനേ പറ്റുള്ളൂ. സോ കനോട്ട് ബി കൺട്രോൾഡ് ആണ്. അടുത്തത് അവരുടെ ഹാൻഡ്ലിംഗ് കോസ്റ്റിലേക്ക് വരാം. ഹാൻഡ്ലിംഗ് കോസ്റ്റ് നോക്കി, ഹാൻഡ്ലിംഗ് കോസ്റ്റ് ഈസ് ഹൈ സിൻസ് ദ ലേബർ ഈസ് റിക്വയർഡ് ഇൻ ദ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട് ആണല്ലോ. നമുക്കറിയാം ഈ പറഞ്ഞ സോളിഡ് ആയിട്ടുള്ള നമ്മുടെ ഫ്യൂൾസ്, നമ്മുടെ വുഡ്, പീറ്റ്, ബിറ്റുമിനസ് ഇതൊക്കെ ആണെങ്കിൽ എന്താണ്, അതൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് എന്ത് വേണം? ലേബേഴ്സിൻ്റെ ആവശ്യം വരുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്, സ്റ്റോറേജ് സ്പേസ് വേണം. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, അതിൻ്റെ ഹാൻഡ്ലിംഗ് കോസ്റ്റ് വളരെയധികം കൂടുതലാണ്. ആർക്കാണ്? സോളിഡ് ഫ്യൂൾസിന്. അടുത്തത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആഷ് നോക്കിയടാ. സോളിഡ് ഫ്യൂൾസിലേക്ക് വരുമ്പോൾ ദ ആഷ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇറ്റ്സ് ഡിസ്പോസൽ ഓൾസോ പ്രോസസ് പ്രോബ്ലം. നമുക്കറിയാം അല്ലേ, ആഷസ് ഉണ്ടാകാറുണ്ട്. നമ്മൾ വിറക് കത്തിയാലും ഒക്കെ ആഷസ് ഉണ്ടാവും. ആഷസ് കത്തുമ്പോൾ എന്താണ്, അതിനെ നമുക്ക് ഡിസ്പോസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് ആണല്ലോ. അടുത്തത് സ്മോക്ക്. അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന പുക എന്താണ്? പ്രൊഡ്യൂസ് സ്മോക്ക് ഇൻവേരിയബിളി ആണല്ലോ. അസഹനീയമായ അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻ്റ് അല്ലാത്ത രീതിയിലുള്ള സ്മോക്ക് ആയിരിക്കും അവർ പുറത്തേക്ക് വിടുന്നത്. സോ ഇൻകൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഇൻവേരിയബിൾ ആയിട്ടുള്ള സ്മോക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അടുത്തത് കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് ആണ്. നമ്മൾ ഈ ലീസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആലോചിക്കുക കമ്പയർഡ് ടു ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് ഫ്യൂൽ കേട്ടോ. ലിക്വിഡ് ഫ്യൂൽസിനെയും ഗേഷ്യസ് ഫ്യൂലിനെയും കമ്പയർ ചെയ്യുമ്പോഴാണ് അവർക്ക് എന്തെന്ന് പറയുന്നത്, അവരുടെ കലോറിഫിക് വാല്യൂ ലെസ് എന്ന് പറയുന്നത്. അടുത്തത് അവരുടെ ഹീറ്റ് എഫിഷ്യൻസി എന്താണ്? ലീസ്റ്റ് ആണ്. ഓക്കെ അല്ലേ? സോ ഇത്രയാണ് നമ്മുടെ ഒരു സോളിഡ് ഫ്യൂലിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് ആസ് കമ്പയർഡ് ടു ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഓക്കെ, ഇനി ലിക്വിഡ് ഫ്യൂൽസിലേക്ക് വരുമ്പോൾ ലിക്വിഡ് ഫ്യൂൽസ് നോക്കി,
ഒരു ലിക്വിഡ് ഫ്യൂവലിന് എക്സാമ്പിളാണ് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ്? കോസ്റ്റ്ലിയർ ദാൻ സോളിഡ് ഫ്യൂവൽ. സോളിഡ് ഫ്യൂവലിനെ അപേക്ഷിച്ച് കോസ്റ്റ്ലിയർ ആണ് അല്ലേ. അതുപോലെ അവരുടെ സ്റ്റോറേജിലേക്ക് വരുമ്പോൾ നമുക്കറിയാം എന്താണ് അതിൻ്റെ സ്റ്റോറേജിലേക്ക് വരുമ്പോൾ നമ്മൾ ക്ലോസ്ഡ് കണ്ടെയ്നേഴ്സിലാണ് നമ്മുടെ ഒരു ലിക്വിഡ് ഫ്യൂവലിനെ എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് ആണല്ലോ, അല്ലെങ്കിൽ ലിക്വിഡ് പുറത്തേക്ക് പോകും. ഇനി അവരുടെ റിസ്ക് ടുവേഴ്സ് ദ ഫയർ ഹസാർഡ്സിലേക്കുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെയധികം കൂടുതലാണ് അല്ലേ. നമുക്കറിയാം ലിക്വിഡായിട്ടുള്ള മണ്ണെണ്ണയൊക്കെ പോലെയുള്ള നമ്മുടെ എന്താണ് ഫ്യൂൽസൊക്കെ ഈസി ആയിട്ട് ഫയറിനെ ക്യാച്ച് ചെയ്തില്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അവരുടെ റിസ്ക് ടുവേഴ്സ് ദ ഫയർ ഹസാർഡ്സ് മോർ ആണ് ആസ് കമ്പയർഡ് ടു സോളിഡ് ഫ്യൂവൽ. കമ്പഷൻ റേറ്റ് എങ്ങനെയാണ്? കമ്പഷൻ റേറ്റും വളരെയധികം ഫാസ്റ്റ് പ്രോസസ്സാണ്. ഇനി കമ്പഷൻ കൺട്രോൾ എങ്ങനെയാണ്? കനോട്ട് ബി കൺട്രോൾഡ് ഓർ സപ്പോർട്ടഡ് വെൻ നെസസറി. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിനെന്താണ് കൺട്രോൾ ചെയ്യാനൊന്നും സാധിക്കത്തില്ല. എവിടെ? ലിക്വിഡ്സിൻ്റെ കേസിൽ. ഓക്കെ അല്ലേ. ഇനി അവരുടെ ഹാൻഡ്ലിംഗ് കോസ്റ്റിലേക്ക് വരുമ്പോൾ ഹാൻഡ്ലിംഗ് കോസ്റ്റ് ലോ ആണ്, സിൻസ് ദ ഫ്യൂവൽ ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ് ത്രൂ പൈപ്സ് അല്ലേ. അവരുടെ ഹാൻഡ്ലിംഗ് കോസ്റ്റ് ഹൈ ആയിരിക്കും. കാരണം എന്താണ്? ഈ പറഞ്ഞ ലിക്വിഡ് ഫ്യൂവൽസിനൊക്കെ നമുക്ക് ഓരോ പൈപ്പിലൂടെയൊക്കെ ഇട്ട് മാത്രമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഹാൻഡ്ലിംഗ് കോസ്റ്റും വളരെയധികം കൂടുതലാണ്. അടുത്തത് ആഷിലേക്ക് വരുമ്പോൾ നോ പ്രോബ്ലം ഓഫ് ആഷ് അല്ലേ. അതായത് ലിക്വിഡ് ഫ്യൂവൽസ് ആഷ് ഒന്നും പ്രത്യേകിച്ച് പുറത്തേക്ക് വിടുന്നില്ല. സ്മോക്കിലേക്ക് വന്നേ. സ്മോക്ക് എങ്ങനെയാണ്? സ്മോക്ക് ഈസ് ക്ലീൻ ബട്ട് ലിക്വിഡ്സ് അസോസിയേറ്റ് വിത്ത് ഹൈ കാർബൺ ആൻഡ് ആരോമാറ്റിക് ഫ്യൂൽസ് പ്രൊഡ്യൂസ് സ്മോക്ക്. ശ്രദ്ധിക്കണം ആ പോയിന്റ്. നോക്കിക്കേ, പൊതുവേ അതിൻ്റെ സ്മോക്ക് ക്ലീൻ ആണ്, പക്ഷേ ചില ലിക്വിഡ് ഫ്യൂവൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈ കാർബൺ ആൻഡ് ആരോമാറ്റിക് ഫ്യൂവൽസ് എന്താണ് നല്ല രീതിയിലുള്ള സ്മോക്ക് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അടുത്തത് അവരുടെ കലോറിഫിക് വാല്യൂ വളരെയധികം കൂടുതലാണ്, ഹൈ കലോറിഫിക് വാല്യൂ ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഹീറ്റ് എഫിഷ്യൻസിയും വളരെയധികം കൂടുതലാണ്. ഹീറ്റ് എഫിഷ്യൻസി ആൻഡ് കലോറിഫിക് വാല്യൂ കൂടുതലാണ്. ആർക്ക്? നമ്മുടെ ലിക്വിഡ് ഫ്യൂവൽസിന്. ഓക്കെ ആണല്ലോ. അടുത്തത് ഗേഷ്യസ് ഫ്യൂവൽ ആണേ. നമ്മുടെ ഗേഷ്യസ് ഫ്യൂവൽസിലേക്ക് വരാം. ഗേഷ്യസ് ഫ്യൂവൽസിലേക്ക് വരുമ്പോൾ അതിനൊരു എക്സാമ്പിളാണ് കോൾ ഗ്യാസ് എന്ന് പറയുന്നത്. കോൾ ഗ്യാസിൻ്റെ അല്ലെങ്കിൽ ഏതൊരു ഗേഷ്യസ് ഫ്യൂവൽ എടുത്താലും അവരുടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെയധികം കോസ്റ്റ്ലിയാണ്. അപ്പോൾ ശ്രദ്ധിക്കണേ, നമ്മുടെ സോളിഡും ലിക്വിഡും ഒക്കെ എടുക്കുമ്പോൾ അതിനേക്കാളും, അതായത് സോളിഡിനേക്കാളും കോസ്റ്റ്ലിയാണ് ലിക്വിഡിനേക്കാളും മോർ കോസ്റ്റ്ലിയാണ് നമ്മുടെ ഗേഷ്യസ് ഫ്യൂവൽ എന്ന് പറയുന്നത്. ഇനി സ്റ്റോറേജിലേക്ക് വരുമ്പോൾ എന്താണ്? സ്റ്റോറേജ് സ്പേസ് റിക്വയർഡ് ഇൻ ഹ്യൂജ് ആൻഡ് ഷുഡ് ബി ലീക്ക് പ്രൂഫ്. കണ്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ സ്റ്റോറേജ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വാതകങ്ങൾ അഥവാ ഗേഷ്യസ് ഫോമിലുള്ള ഒരു എന്താണ് ഫ്യൂവലാണ് നമ്മുടെ കോൾ ഗ്യാസ് എന്നൊക്കെ പറയുന്നത്. അതിനെയൊക്കെ പോലെയുള്ള കോൾ ഗ്യാസിനെയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അത്രയും നല്ല സെക്യൂർഡ് ആയിട്ടുള്ള കണ്ടെയ്നറുകളിലാണ്. മനസ്സിലായില്ലേ? കാരണം എന്താണ്? ലീക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണല്ലേ. അതുകൊണ്ട് തന്നെ അത് നല്ല ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള നല്ല ഒരു സ്റ്റോറേജ് സ്പേസ് അതിന് കൊടുത്തെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കോൾ ഗ്യാസിലേക്ക് വരുമ്പോൾ അതൊരു ഗേഷ്യസ് ഫ്യൂവൽ ആണല്ലോ. അപ്പോൾ ഗേഷ്യസ് ഫ്യൂവലിനെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് നല്ല രീതിയിൽ ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയലിൽ മാത്രമേ നമുക്കതിനെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുള്ളൂ. അടുത്തത് റിസ്ക് ടുവേഴ്സ് ഫയർ ഹസാർഡ്സ് വളരെ ഹൈ ആണ്. സിൻസ് ദീസ് ഫ്യൂവൽസ് ആർ ഹൈലി ഇൻഫ്ലേമബിൾ അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഈ പറഞ്ഞ സോളിഡിനേക്കാളും ലിക്വിഡിനേക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതൽ ഈ പറഞ്ഞ ഗേഷ്യസ് ആയിട്ടുള്ള ഫ്യൂവൽസിനാണ്. അല്ല, ചെറിയൊരു സ്പാർക്ക് ഉണ്ടെങ്കിൽ തന്നെയും പെട്ടെന്ന് ലാർജ് എക്സ്പ്ലോഷൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയാണ്. അതുപോലെ കമ്പഷൻ റേറ്റിലേക്ക് വരാം. കമ്പഷൻ റേറ്റ് എങ്ങനെയായിരിക്കും? വളരെയധികം വെരി റാപ്പിഡ് ആയിരിക്കും. വെരി റാപ്പിഡ് ആൻഡ് എഫിഷ്യൻ്റ് ആയിരിക്കും. ഇനി കമ്പഷൻ കൺട്രോൾ. നമുക്ക് കമ്പഷനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ? സാധിക്കും. ശ്രദ്ധിക്കണേ, സാധിക്കും. കൺട്രോൾഡ് ബൈ റെഗുലേറ്റിംഗ് ദ സപ്ലൈ ഓഫ് എയർ അല്ലേ. നമ്മൾ കൊടുക്കുന്ന എയർ സപ്ലൈ അനുസരിച്ച് നമുക്ക് ആ കമ്പഷനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എന്നാൽ നമുക്ക് സോളിഡിൻ്റെ കേസിലും ലിക്വിഡിൻ്റെ കേസിലും അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയില്ല. ഓക്കെ അല്ലേ. അടുത്തത് അവരുടെ ഹാൻഡ്ലിംഗ് കോസ്റ്റ് നമുക്ക് നോക്കാം. ഹാൻഡ്ലിംഗ് കോസ്റ്റ് വളരെയധികം ലോ ആണ്. സിമിലർ ടു ലിക്വിഡ് ഫ്യൂവൽസ് ദീസ് ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ് ത്രൂ പൈപ്സ് അല്ലേ. നമുക്കറിയാം നമ്മുടെ ലിക്വിഡ് ഫ്യൂവൽസിനെ കൊണ്ടുപോകുന്ന പോലെ നമുക്ക് പൈപ്പ് വഴി നമുക്ക് ഈ ഗേഷ്യസ് ഫ്യൂവൽസിനെയും ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ആഷിനെ കുറിച്ച് നോക്കിയാൽ ആഷ് ഉണ്ടോ? ലിക്വിഡ്സിലും അതുപോലെ ഗ്യാസിലും ആഷസ് ഇല്ല കേട്ടോ. സ്മോക്കിലേക്ക് വരാം. സ്മോക്ക് ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ്. സ്മോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? സ്മോക്കിന് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എന്നാൽ നേരത്തെ പറഞ്ഞു ലിക്വിഡ് ഫ്യൂവൽസ് ആണെങ്കിൽ
എന്താണ് അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്മോക്കിനെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ ആ സ്മോക്ക് എന്തായിരിക്കും, ക്ലീൻ ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നീട് ചില എന്താണ് ഹൈ കാർബൺ ആൻഡ് ആരോമാറ്റിക് ആയിട്ടുള്ള ഫ്യൂൾസ് സ്മോക്കിനെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. എവിടെ? ലിക്വിഡ്സിന്റെ കേസിൽ. പക്ഷേ നമ്മുടെ ഗേഷ്യസ് ഫ്യൂൾസ് സ്മോക്കിനെ പ്രൊഡ്യൂസ് ചെയ്യാറില്ല. ഇനി അവരുടെ കലോറിഫിക് വാല്യൂ ശ്രദ്ധിക്കണം. ഹയസ്റ്റ്, ഏറ്റവും ഹയസ്റ്റ് കലോറിഫിക് വാല്യൂ ഉള്ളത് ആർക്കാണ്? ഗേഷ്യസ് ഫ്യൂവലിനാണ് കേട്ടോ. ഇനി അവരുടെ ഹീറ്റ് എഫിഷ്യൻസി അപ്പോൾ എന്തായിരിക്കും? കലോറിഫിക് വാല്യൂ കൂടുതലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹീറ്റ് എഫിഷ്യൻസിയും കൂടുതലെന്നാണ്. അപ്പോൾ ഹീറ്റ് എഫിഷ്യൻസിയും വളരെയധികം ഹയസ്റ്റ് ആണ്. ഓക്കെ അല്ലേ?